ഇസ്ലാമിക വീഡിയോകളും മസലകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. ബുർദ 26-ാമത്തെ വരിയുടെ ആശയത്തിലേക്ക്. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദി ഉഖുമി. ഇവിടെ വളരെ താഴ്മയുള്ള ബൂസൂരി ഇമാമിനെ ഒരിക്കൽ കൂടി നാം ദർശിക്കുകയാണ്. ഇതുവരെ മഹാനവർകൾ മുത്തുനബിയോട് വലിയ മഹബ്ബത്തുള്ള രീതിയും വലിയ താഴ്മ കാണിക്കുന്ന രീതിയും നാം കാണുകയുണ്ടായി. അതോടൊപ്പം ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളോട് മഹാനവർകൾ നിർദ്ദേശിച്ചു, ചിലത് ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് അസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കൽ തേടുന്നു. ഐ അതുലുബു മഗ്ഫിറത്തഹു, പൊറുക്കലിനെ ഞാൻ ചോദിക്കുന്നു. മിൻ ഖൗലിൻ, ഞാൻ പറഞ്ഞതിനാൽ. എന്നിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അഥവാ ഞാൻ നല്ല കാര്യങ്ങൾ അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ഞാൻ നടത്തിയല്ലോ. ചില കാര്യങ്ങൾ ചെയ്യണമെന്നും ചിലത് ചെയ്യരുതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യം വന്നുപോയതിനാൽ ഞാൻ പൊറുക്കൽ ചോദിക്കുന്നു. എന്തേ കാരണം? ബിലാ അമലി, കാരണം ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞു, പക്ഷേ ഞാനത് നിർവഹിച്ചിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കബൂറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ എന്നാണല്ലോ. നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്. സത്യത്തിൽ ഇതെല്ലാം പറയാൻ ബൂസൂരി ഇമാമിന് അർഹതയുണ്ട്. കാരണം അവിടുന്ന് വലിയ സൂക്ഷ്മ ജീവിതം നയിക്കുന്ന വലിയ മഹാനാണ്. പക്ഷേ സ്വന്തം താഴ്ത്തിക്കെട്ടുക, അല്ലെങ്കിൽ വിനയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപം കാണിക്കുന്നതിൻ്റെ മാതൃകാപരമായ ഒരു നിലപാടാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കുന്നു. ലഖദ് നസബ്തു ബിഹി, ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ ചേർത്തിരിക്കുന്നു. നസ്ലൻ ലിദി ഉഖുമി, ഉഖൂമ് എന്ന് പറഞ്ഞാൽ കുട്ടിയുണ്ടാകാത്ത വന്ധ്യതയുള്ള ആള്. അപ്പം ഇങ്ങനെ ഞാൻ പറയുന്നതിനാൽ വന്ധ്യത ബാധിച്ച ആൾക്ക് കുട്ടിയുണ്ടായി എന്ന് ഞാൻ ചേർത്തി പറയുന്നതിന് തുല്യമാണ്. പ്രവർത്തിക്കാത്ത കാര്യം നിങ്ങൾ പ്രവർത്തിക്കണമെന്നും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യരുതെന്നുമൊക്കെ പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു സംഭവം വന്നിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കുന്നു എന്ന വിനയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക. ഇവിടെ ഏതൊരു ഉപദേഷ്ടാവും പ്രാഥമിക മര്യാദയായി ഇത്തരം കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന്, അഥവാ ഒരു കാര്യം ഉപദേശിക്കുകയാണെങ്കിൽ ആ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ, സ്വവ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രദ്ധിക്കണമെന്ന ഒരു ബോധം കൂടി നമുക്കിവിടെ നൽകുകയാണ്. അല്ലാതെ ബൂസൂരി ഇമാം തെറ്റ് ചെയ്തത് കൊണ്ടല്ല.
അല്ലെങ്കിൽ അവിടുത്തെ ഭാഗത്തുനിന്ന് മോശം സംഭവിച്ചത് കൊണ്ടല്ല, മറിച്ച് താഴ്മയുടെ ഭാഗമായിട്ടും ഇങ്ങനെ ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ നിന്ന് പറയുകയാണ് അസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയാണ് എന്ന്. ഇതാണ് ഇവിടെ നാം കാണുന്നത്. അതുപോലെ തന്നെ അടുത്ത വരിയിലും മഹാനവറുകൾ ബുദ്ധിയുള്ള ആളുകളോടും അല്ലെങ്കിൽ വിഷയം മനസ്സിലാക്കാത്ത ആളുകളോടും രണ്ട് രൂപത്തിലും ആണ് ഈ രണ്ട് വരികളിലൂടെ അവിടുന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വരിയുടെ ആശയം നാളെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകുമാറാകട്ടെ, പ്രയാസങ്ങൾ അകറ്റി നമ്മയെല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക വീഡിയോകളും മസലകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.